ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോയാണ്. അപ്പൊ നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോകേണ്ടുള്ള ഡേറ്റിന് അടുത്ത് വന്നതുകൊണ്ട് നമ്മൾ യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നത്. നമ്മൾ മുമ്പേ ചെറുതായിട്ട് ഈ ബാഗിലൊന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് ഇതെല്ലാം കൂടി ഇതിൽ കൊള്ളുമെങ്കിൽ ഇതിനകത്താക്കി വെക്കാം. അപ്പൊ ഞാൻ ഇത് തുറന്നിട്ടേക്കുന്നതുകൊണ്ട് എന്റെ കയ്യിൽ ചെല്ലത്തേക്ക് പോകുന്നു. അപ്പൊ നമുക്ക് ഇതിനകത്ത് വെക്കാം. കുഞ്ഞാവയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന എന്തൊക്കെയാന്ന് നോക്കാം. ഇത് നമ്മള് കൊണ്ടുപോയെടുത്തേക്കുന്ന കുഞ്ഞാവയ്ക്ക് ബാത്തിങ് ടവല്, ഇത് അവരുടെ ടവല്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് മാത്രം ഞാൻ ഇപ്പൊ കാണിക്കുക, അല്ലാത്ത കുറച്ച് സാധനങ്ങളും ഉണ്ട്. ഇത് നമ്മള് റിസീവിങ് ടവൽ പോലത്തെ ടവല്, അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചെന്ന് തോന്നുന്നു. കുക്കുച്ചിച്ച് മേടിച്ചു തന്നെയെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ പോയി കണ്ടിട്ട് വരൂ. ശരിക്കും നമ്മൾ ഇതിലാണ് വാവയെ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, ഈ ടവലില്. അപ്പൊ ഇത് മൂന്നും അതുകൊണ്ട് ഒരുമിച്ചാ വെച്ചേക്കുന്നത്. ഇത് 3 ടവലുണ്ട്. ഇതല്ലാതെ അപ്പൊ ഇത് ഇത്രയും നമ്മൾ വാഷ് ചെയ്ത, ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്ത് വെച്ചേക്കുന്നേ കുഞ്ഞാവയുടെ. അപ്പൊ ഇത് ഇത്രയും നമുക്ക് ഒരെണ്ണത്തിൽ വെക്കാം. ഈ കവറിൽ തന്നെ വയ്ക്കാം. ഈ ഒരു ടവലും കൂടെ ഉണ്ട്. വേണ്ടേ ഈ ടവല്, ഇത് ഇച്ചിരി വലിയ ടവലാ. ഇത് നമുക്കിത് വെക്കണം. വച്ചേക്കാം. ചിലപ്പോ അവിടെ വരുമ്പോ ആവശ്യം വന്നാലും. അപ്പൊ നമ്മളത് ഇത്രയും കൂടെ പാക്ക് ചെയ്ത് നമ്മള് ഇങ്ങനെ വെക്കാം. ഇനി വാവയ്ക്ക് വേണ്ടുള്ളത്, നമ്മൾ വാവയ്ക്ക് എടുക്കുന്നത് ഈ മോഡല് ഉടുപ്പാണ്. നമുക്ക് വാവയ്ക്ക് ഈ ഉടുപ്പെടുക്കാം. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് വരാൻ നേരത്തിടാം. അപ്പൊ ഇത്രയും ഇത് വലുതാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. ഇത് വാവയ്ക്ക് വേണ്ടി അമ്മ കൊണ്ടുവന്നേ. അപ്പൊ വാവയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉടുപ്പുകൾ നമുക്ക് എടുത്തു വെക്കാം. പിന്നെ അത് ഇത് വേണം. ഇതിട്ടാലോ ഹോസ്പിറ്റലിൽ ഇങ്ങോട്ട് വരുമ്പോ? ബോയ് ആണോ ഗേൾ ആണോ എന്നറിയാത്തതുകൊണ്ട് രണ്ടുപേർക്കും ഇടാം, കുഴപ്പമില്ല. രണ്ടുപേർക്കും അല്ല, ആരെങ്കിലും ഒരാൾ ഇടാം. പിന്നെ നമ്മൾ ഒരു സെറ്റ് ഉടുപ്പും കൂടെ എടുക്കുന്നുണ്ട്. ഇതൊക്കെ കുഞ്ഞാവയ്ക്ക് ഹോസ്പിറ്റലിൽ നിക്കാൻ നേരത്ത് ഇട്ട് കൊടുക്കാം. നീ 3 ദിവസം ഹോസ്പിറ്റലിലല്ലേ, കുഞ്ഞാവയ്ക്ക് എപ്പോഴും ഡ്രസ്സ് വേണ്ടേ. ജനിക്കുന്നതേ ഉള്ളതിനെ കൊണ്ട് എല്ലാരും ഇങ്ങനെ വെക്കുന്ന കാണാറില്ലേ, അതുകൊണ്ട്. പിന്നെ നമുക്ക് വാവയ്ക്ക് ആ മോഡൽ തന്നെ ഈ ഒരെണ്ണം കൂടെ എടുക്കാം. ഇതാകുമ്പം വേറെ സോക്സ് ഉണ്ടല്ലോ. ഇത് ഫുൾ വൈറ്റ്. എനിക്ക് തോന്നുന്നു ഇതായിരിക്കും നമ്മള് ജനിച്ചിട്ട് ഉടനെ ഇട്ട് കൊടുക്കുന്നത്. ഇത് കുട്ടിയാണ്, വീഡിയോയിൽ കാണുമ്പോ വലുതായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഇത് വളരെ ചെറുതാ. പിന്നെ നമ്മൾ എടുക്കുന്നത് കുട്ടി സോക്സ്, അതൊരു 3 സെറ്റ് അല്ല, ഇനിയും വരാനുണ്ട്. ഈ മോഡലിൽ 3 സെറ്റ് എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ വാവയ്ക്ക് തൊപ്പി, ഇത് ചേരുവോന്ന് അറിയത്തില്ല, തലയുടെ അളവനുസരിച്ചിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇത് ഇത്ര എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടൊന്ന് പാക്ക് ചെയ്തേ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാനിത് വൃത്തിയായിട്ടൊന്ന് പാക്ക് ചെയ്യേണ്ടി വരും. കാര്യം നമുക്ക് വീഡിയോ ഒരുപാട് ലോങ് ആക്കിക്കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എവിടെയൊക്കെ ആയിട്ട് വെക്കുക. പിന്നെ ഇത് ശരിക്കും വാവയ്ക്ക് അമ്മ കൊണ്ടുവന്ന് ഗിഫ്റ്റാ കേട്ടോ. അതാ ഞാൻ അതിൽ നിന്ന് നുള്ളിപ്പറക്കി എടുക്കുന്നത്. ഇതൊന്നും വാവയ്ക്ക് ഇപ്പോഴും ഇടാൻ പറ്റില്ല. എങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു 6-7 മാസമാവും. ഇതൊക്കെ അത്. പിന്നെ നമ്മള് വാവയ്ക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണ്, നമ്മള് ഡൈപ്പർ യൂസ് ചെയ്യാൻ നേരത്ത് റാഷസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വൈപ്സ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഡൈപ്പർ ശരിക്കും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. ഞാൻ വെച്ച് ഹോസ്പിറ്റലിൽ അവിടുന്ന് മെഡിക്കൽ ഷോപ്പിന്നോ അങ്ങനെ വല്ലതും വാങ്ങാന്ന്. കാര്യം ഇനി ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്ന ദിവസമേ പുറത്തോട്ട് ഇറങ്ങുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ വെച്ച് അപ്പൊ വാങ്ങാണ്. ഇത് വാവച്ചിക്ക്
ഉള്ള നമ്മളെ ഈ മുണ്ട് കീറി വെക്കില്ലേ, വെള്ള തുണിയായിട്ട്, അങ്ങനെ കീറി വെച്ചത് ഒരു 10-25 ഉണ്ട്. അത് പിന്നെയും ആ മുണ്ട് കീറി വെച്ചത് കുറച്ചുകൂടെ ഉണ്ട്. അത് വേറെ അളവ് വലുതായിട്ടും ചെറുതായിട്ടും കീറിയത്. ഏത് അളവാന്ന് എനിക്ക് അറിയത്തില്ല. ഹോസ്പിറ്റലിൽ പോയി തുറന്നു നോക്കിയാൽ അമ്മാമ്മയ്ക്ക് അറിയാവും. ഇനി ഇത് നമ്മുടെ കുഞ്ഞാവയുടെ പള്ളയെടുപ്പ്. ഇതൊക്കെ കഴുകി കുറച്ച് നല്ല മണം. ഇതൊക്കെ കഴുകി നമ്മൾ കുറച്ച് ദിവസം മുന്നേ കഴുകി ഉണക്കി വെച്ച്, കുറച്ച് ദിവസമല്ല, ഒരു മാസമായി കഴുകി മടക്കി വെച്ചേക്കുക. പൊടിയടിക്കേണ്ടെന്ന് വെച്ചാൽ അന്ന് ഇത് പുറത്ത് വെച്ചിരുന്നായതുകൊണ്ട് പേപ്പറിൽ പൊതിഞ്ഞ്. ഇനിയിപ്പൊ പേപ്പറിൽ പൊതിയണ്ടേ, എന്തിനാ പേപ്പറിൽ പൊതിയുന്നത്, കണ്ടാ മനസ്സിലാവണ്ടേ. നമുക്കിത് ഇങ്ങോട്ട് വെക്കാം. ഇതിൽ കൊള്ളാത്തത് നമുക്ക് ഈ ബാഗിലൂടെ പാക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഭാവിക്ക് വേണ്ട ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഇത്. മൊസ്കിറ്റോ ബെഡും പിന്നെന്തുവായിരുന്നു, സ്ലീപ്പിംഗ് ബാഗ്. മൊസ്കിറ്റോ ബെഡും സ്ലീപ്പിംഗ് ബാഗും ആണ് ഇതിനകത്ത്. ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് വേണം. ഇത് നമ്മള് വേറെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. ഇത് വെക്കുമ്പോ തന്നെ ഇത് നിറയും. അതുകൊണ്ട് ഇത് നമ്മൾ വേറെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പൊ അത്രയും. പിന്നെ ഈ വെള്ളത്തുണി വേറെ വെക്കാം. പിന്നെ നമുക്ക് വാവയ്ക്ക് വേണ്ടേ. ഈ ക്യാപ്പൊക്കെ വലുതാന്ന് തോന്നുന്നു. എനിക്കൊന്ന് ഇതിലും ചെറുത് നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ ക്യാപ്പും കയ്യിലിടുന്ന ഇതും അതിന്റെ പേരെന്തായിരുന്നു, അതും സോക്സും എല്ലാം കൂടെ അടങ്ങിയിട്ടുള്ള ഉണ്ടല്ലോ, അത് നമ്മളൊരു 3 സെറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ എല്ലാം പേര് ഞാൻ പഠിച്ച് വരണം. അതാണ് ഏറ്റവും വലിയ ടെസ്റ്റ്. ഓക്കെ, കുഞ്ഞാവയ്ക്കുള്ള സാധനങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം ആയിട്ടുണ്ട്. നമ്മളൊന്നും കൊണ്ടുപോകണ്ടെന്ന് തോന്നുന്നു. കുഞ്ഞാവയ്ക്കുള്ള സാധനങ്ങളെല്ലാം ആയിട്ടുണ്ട്. ടവല്, പിന്നെ റിസീവിങ് ടവല്, ബാത്ത് ടവല്, അതൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊണ്ടുവന്നേ ഉള്ളൂ. പിന്നെ വൈപ്സ്, ഡൈപ്പർ, കോട്ടൺ തുണി, തൊപ്പി, സോക്സ്, പള്ളയുടുപ്പ്, കുഞ്ഞുടുപ്പ് എല്ലാം ഇതാ. പിന്നെ നമുക്ക് ഇത് കൊണ്ടുപോകണം. ഇതൊക്കെ അമ്മ കൊണ്ടുവന്നേട്ടോ. ഇത് നമുക്ക് കുഞ്ഞാവ ഇങ്ങനെ കിടക്കുമ്പോ കുഞ്ഞാവയുടെ മൂത്രം വീഴാതിരിക്കാനൊക്കെ ബെഡിൽ വെക്കാം. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ. പിന്നെ അല്ലാതെ നമുക്കൊരു ഡ്രൈ ഷീറ്റും കൂടെ വാങ്ങണം. അല്ലാത്ത നമുക്ക് ബെഡിൽ ഫുള്ളായിട്ട് വിരിക്കുന്ന ഇത് വേണം. ഇതൊക്കെ അത്യാവശ്യമാണ്. അതിൽ ചേട്ടൻ അപ്പുറത്തേന്ന് ഉറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും സാധനമാണ് കുഞ്ഞാവയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. ഇനി എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതെന്ന് നോക്കാം. എനിക്ക് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഡ്രസ്സ് നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരാൻ നേരത്ത് ഇടാനുള്ള ഡ്രസ്സ്. തൽക്കാലം നമുക്ക് ഇങ്ങോട്ട് വെക്കാം, എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞേക്കാം. ഈ നൈറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് അമ്മ കൊണ്ടുവന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിലേറ്റവും എനിക്ക് വിഷമമുള്ളത് ഇത് ഫീഡിങ് നൈറ്റി അല്ല. അതുകൊണ്ട് നമുക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ നേരത്തെ, അതായത് ഡെലിവറിക്ക് മുന്നേ നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കത്തില്ലേ, അപ്പൊ മാത്രമേ ഇടാൻ പറ്റത്തുള്ളൂ. നമ്മൾ ചെന്ന് എത്ര ദിവസം കഴിഞ്ഞാ നമുക്ക് ഡെലിവറി ആവുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഒരു 2 നൈറ്റിയും കൂടെ എക്സ്ട്രാ വെക്കാം. 3 നൈറ്റി ഫീഡിങ് നൈറ്റി അല്ലാത്ത നോർമൽ നൈറ്റിയും. പിന്നെ ഇത് ഫുൾ ഓപ്പണാണ്. ഫുൾ ഓപ്പൺ നൈറ്റി ആയിട്ടുള്ള 2 നൈറ്റി ഉണ്ട്. ഫുൾ ഓപ്പൺ ആയിട്ടുള്ള 2 നൈറ്റിയും പിന്നെ ഫുൾ ഓപ്പൺ അല്ലാത്ത സിബ് വരുന്നത് ഇവിടെ വരെ ഉള്ളത് ഒന്ന്. ഇതൊക്കെ ഇന്നലെ കൊണ്ടുവന്നതേ ഉള്ളൂ. ഫുൾ ഓപ്പൺ അല്ലാത്തത് ഞാൻ തുറന്നു നോക്കിയില്ലായിരുന്നു. ഞാൻ കുഞ്ഞാവിടെ മാത്രമേ കഴുകിയിട്ടുള്ളൂ. എന്റേത് ഞാൻ കഴുകിയിട്ടില്ല. വാവയ്ക്ക്
ഇതിന്ന് മാത്രമേ കഴിയൂ. ഇത് ഓപ്പൺ പോലും ഞാൻ ചെയ്തു നോക്കില്ല. പിന്നെ അപ്പൊ ഇതിന് ഫ്രണ്ടിൽ സിബ് ഇല്ലേ? ഫ്രണ്ടിൽ സിബ് ഉള്ളതാണ് നമുക്ക് വേണ്ടുള്ളത്. ഇതിൽ ഫ്രണ്ടിൽ സിബ് ഉള്ളതാ. അപ്പൊ ഫ്രണ്ടിൽ സിബുള്ള 2 നൈറ്റിയും ഫുൾ ഓപ്പൺ 2 നൈറ്റിയും എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് വേണ്ടുള്ളത് ബെഡ്ഷീറ്റ്. ബെഡ്ഷീറ്റ് അത്യാവശ്യം. എനിക്ക് AC ഒന്നും അത്ര പറ്റുന്ന ആളല്ല. അപ്പൊ നമ്മൾ അവിടെ AC ആക്കിയിട്ടുള്ളത് കൊണ്ടും എനിക്ക് AC പറ്റാത്തത് കൊണ്ടും നമുക്ക് ബെഡ്ഷീറ്റ് എക്സ്ട്രാ എടുക്കേണ്ടി വരും. അപ്പൊ 1 2 3 ബെഡ്ഷീറ്റ് എടുക്കാം. ഇനി നമുക്ക് എന്തായാലും ആ ബെഡ്ഷീറ്റ് ആവശ്യം വരികയാണെങ്കിൽ വേറെ എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടുള്ളത് മെയിൻ സാധനമായിട്ടുള്ള കൈലിയാണ്. ഇതൊക്കെ ഈ കൈലിയും ബെഡ്ഷീറ്റും ഈ നൈറ്റിയും സിന്ധ്യയുടെ അമ്മ വാങ്ങിച്ചത്. അമ്മ രണ്ടും ഒരേ മോഡൽ എടുത്തു. അല്ല, ചെറിയ വ്യത്യാസമുണ്ട്. ഇത് നമ്മൾക്ക് കൈലി എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയുള്ള ബ്ലൗസ് ഉണ്ടല്ലോ, അതും കൈലിയാ. അപ്പൊ ഈ ബ്ലൗസ് നമ്മൾ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കും. കാര്യം ഇനി ഞാൻ പുറത്തോട്ട് അന്നേ ഹോസ്പിറ്റലിലേ പോകുന്നുള്ളൂ. വേറെ എന്തെങ്കിലും പോയായിരുന്നെങ്കിൽ എന്തെങ്കിലും കൂടി ഇഷ്ടം നോക്കി വാങ്ങാമായിരുന്നു. അപ്പൊ അന്നേ വാങ്ങുന്നുള്ളൂ, ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ നിന്ന് വാങ്ങാന്ന് വിചാരിച്ച്. ഡൈപ്പറും പിന്നെ എന്താ ആ ബ്ലൗസും. അതിന്റെ സ്റ്റിക്കർ പോലും ഞാൻ ഇറക്കിയിട്ടില്ല. ഇതൊക്കെ ഒന്നും കൂടെ അടുക്കി പറക്കി വെക്കുമ്പോ ഊരാ. ഓക്കെ, അത് 2 കയ്യിൽ. പിന്നെ ഇത് നമ്മള് ഹോസ്പിറ്റലിലോട്ട് ഇട്ടോണ്ട് പോകുന്ന ഡ്രസ്സാണ്. ഇതായിരിക്കും ചിലപ്പോ എന്റെ ഇത് മാറും കേട്ടോ. ഏതാണെന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോ പെയിൻ വന്ന് പോവാണെങ്കിൽ ഏതെങ്കിലും ഇട്ടോണ്ടായിരിക്കും പോകും. ചിലപ്പോ നൈറ്റി തന്നെ ആയിട്ട് ഇട്ടോണ്ട് പോകുന്നു, അത് പറയാൻ പറ്റില്ല. പിന്നെ 2 തോർത്ത്. പിന്നെ എനിക്ക് മെറ്റേണിറ്റി പാഡ് വാങ്ങണം. അത് വാങ്ങാൻ മറന്നിട്ടുണ്ട്, അത് വാങ്ങണം. പിന്നെ എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് കൊടുക്കാൻ അവര് മുണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് മുണ്ട് വേറെ, പിന്നെ പാവാട അത് വേറെ, അത് കുറച്ചുകൂടെ വെക്കാനുണ്ട്. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സാധനം. ഇപ്പൊ നമ്മളിത് പാക്ക് ചെയ്യുന്നില്ല, ഇത് ഞാൻ ഇപ്പൊ യൂസ് ചെയ്തോണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ പാക്ക് ചെയ്യാം. പിന്നെ നമ്മൾ ഫ്ലാസ്ക് എടുത്തു വെച്ചു, അത് അടുക്കളയിൽ എവിടെയോ ഇരിക്കാം. അതിനിപ്പോ നമുക്ക് പോവാൻ നേരത്തെ എടുക്കാം, അത് ഞാൻ ഇപ്പൊ കാണിക്കുന്നില്ല. പിന്നെ ഇതെന്താ, ഇതൊക്കെ അമ്മൂമ്മ എനിക്ക് കൊണ്ടു തന്നതാ. ഗ്ലാസും ശുരി വെള്ളം ഇരിക്കുന്നു, ഗ്ലാസും പിന്നെ ചോറ്റുപാത്രം ഇത്. പിന്നെ ഇത് ചെറിയ ചെറിയ തുണികള്, ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയെന്ന് തോന്നുന്നു. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് അല്ല, മെറ്റേണിറ്റി ബ്രാ. ഇത് നമുക്ക് അത്യാവശ്യം. ഞാൻ ഇവിടെ തപ്പിയപ്പോ എനിക്ക് ഈ മോഡൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അമ്മ വന്നപ്പോ അമ്മ എനിക്ക് കൊണ്ടുവന്നു തന്നു, ഫ്രണ്ടിൽ സിബ് വരുന്നത്. അത് നമ്മളൊരു തൽക്കാലം 2 എണ്ണം എടുത്ത് വച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് പാന്റീസും ഇതൊക്കെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടുള്ളത്. ഇതെന്താ, ഇത് കുഞ്ഞാവയുടെ വീട്ടിൽ വരുമ്പോ യൂസ് ചെയ്യാനുള്ള സോപ്പും കാര്യങ്ങളും ഒക്കെ. അപ്പൊ നമുക്ക് തൽക്കാലം ഇത്ര മതി. ഇനി ഇതിലൊന്നും ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ഇത്രയും കാര്യം പറഞ്ഞപ്പോ തന്നെ ഞാൻ ക്ഷീണിച്ചു. ഒന്നാമത്തെ കാര്യം ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് ഇട്ടപ്പോഴേ തന്നെ എന്റെ പകുതി ജീവനും പോയി. ഇനി ഇതിൽ എനിക്കെന്ന് പറഞ്ഞു വരുന്നത്, എനിക്ക് ഒരുങ്ങാനുള്ള സാധനം, ബ്രഷ്, അതൊക്കെ ഇപ്പോഴേ ഞാൻ കാണിക്കുന്നില്ല. കാര്യം നമുക്ക് ഇനിയും കുറച്ച് ദിവസങ്ങളുണ്ട്. അപ്പൊ കുറച്ച് ദിവസം തന്നെ ഇങ്ങനെ എണ്ണി നോക്കാം. അപ്പൊ ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, പിന്നെ എന്റെ ഒരുങ്ങുന്ന സാധനങ്ങള്, അത്രയൊക്കെ ഇതിനകത്തിന് ആഡ് ആവാനുള്ളൂ എന്ന് തോന്നുന്നു. ഞാൻ ഇതൊക്കെ എത്രയൊക്കെയോ പേരുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ് വീഡിയോ കണ്ട് എടുത്തു വെച്ചതാ. ഞാൻ വല്ലാണ്ട് അങ്ങ് കൂനിയിരിക്കുന്ന പോലെ ഉണ്ടല്ലേ, വയ്യ. നിങ്ങൾക്ക് വെട്ടക്കുറവ് കാണും കേട്ടോ ഈ വീഡിയോയ്ക്ക്. അപ്പുറത്ത് പോയിരിക്കാൻ വൈകുന്നേരം ഞാൻ ഈ റൂമിൽ ഇരുന്നങ്ങ് വീഡിയോ എടുത്ത്. ഞാൻ ഇവിടെ എന്റെ ട്രൈപോഡിന്റെ വെട്ടവും ലൈറ്റും എമർജൻസിയും കൂടെ കത്തിച്ച് വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോ എന്താ, ഈ ശരിക്കും പറഞ്ഞാൽ ഈ നൈറ്റ് എനിക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സിന്ധ്യയുടെ അമ്മ വാങ്ങിച്ചതേ. പക്ഷെ ഇന്ന് എനിക്കെന്താ ഈ നൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ട്, അതുകൊണ്ട് ഇത് നൈറ്റ് കേട്ടോ. എന്റെ അടുത്ത് എല്ലാരും പറഞ്ഞത് പാവാട എടുക്കും പോലെ ഉണ്ടാവും, ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പൊ നമ്മള്
ഇതാ. പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എനിക്ക് 3-ാം തീയതി കഴിഞ്ഞ് മതി ഡെലിവറി, 3-ാം തീയതി കഴിഞ്ഞ് മതി എന്ന്. അതുപോലെ 3-ാം തീയതി കഴിഞ്ഞ് 5-ാം തീയതി കഴിഞ്ഞ് ഇപ്പൊ 10-ാം തീയതി ആവാറായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി സന്തോഷമായി. എന്റെ അമ്മ വന്നു. 3-ാം തീയതി എന്റെ അമ്മ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു. അമ്മ വന്നിട്ടേ ഞാൻ വരാമെന്നായിരുന്നു എന്റെ ആഗ്രഹം. അമ്മ അങ്ങനെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ എപ്പോ ഡെലിവറി ആയാലും എനിക്ക് യാതൊരു പ്രോബ്ലം ഇല്ല. ഞാൻ എപ്പോഴും എപ്പോ വേണമെങ്കിലും ഇങ്ങനെ പ്രതീക്ഷിക്കാം. പിന്നെ എനിക്ക് 38 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് അധിക സമയമില്ല. ശരിക്കും എല്ലാരും 32 ആഴ്ചയിലൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്ന ഞാൻ കാണാറുണ്ട്. ഞാനിന്ന് 38 പാക്ക് ചെയ്ത് എന്തോ ഒരു ഇത്. പിന്നെ എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് 9-ാം മാസം തുടങ്ങിയപ്പോ മുതൽ ഇടയ്ക്കിടയ്ക്ക് വേദന വിട്ടും വന്നും പോയി നിൽക്കുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞ വേറൊരു ഇഷ്യൂ കൊണ്ടാണ് വേദന വരികയും പോവുകയും ചെയ്യുന്നതെന്നാണ്. ഇപ്പൊ കറക്റ്റ് ലേബർ പെയിൻ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കരുതിയിരിക്കുക. അത് നമ്മൾ 2 ബാഗിലായിട്ട് പാക്ക് ചെയ്ത് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാവയുടെ കുറച്ച് ഡ്രസ്സൊക്കെ അമ്മ കൊണ്ടുവരാനുണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഒക്കെ വന്നിട്ട് പാക്ക് ചെയ്യാന്ന് വെച്ചു. ഞാൻ ആദ്യം പറഞ്ഞ കുഞ്ഞാവയ്ക്ക് കുറച്ച് സാധനങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുണ്ട് കേട്ടോ. അത് ഞാൻ ശരിക്കും ഈ ബാഗിലോട്ട് ജസ്റ്റ് വെച്ചതാ. ഇത് ഞാൻ നാളെ പാക്ക് ചെയ്യത്തുള്ളൂ. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്യാനുണ്ട്. ഇത് അമ്മ പറഞ്ഞു ഇതൊന്ന് പ്രത്യേകം കഴുകണേന്ന് പറഞ്ഞു. അതുകൊണ്ട് മാറ്റിവെച്ചേ. ഈ ഡ്രസ്സ് ഇത് സുബിൻചേട്ടന്റെ അനിയന്റെ വൈഫ് വാങ്ങിച്ചായിരുന്നു. ഇത് നമ്മൾ കുഞ്ഞാവയ്ക്ക് ഏതെടുത്താലും നമ്മൾ കഴുകിയിട്ടാ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് കുഞ്ഞിതാ. ഇതിപ്പോ ജനിക്കുമ്പോഴൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്ന മോഡലാ. അപ്പൊ മോഡൽ സൈസാ. അപ്പൊ നമുക്കിത് വാഷ് ചെയ്തിട്ടല്ലേ ഇടാൻ പറ്റും. അതുകൊണ്ട് ഇത് ഞാൻ വാഷ് ചെയ്യാൻ വെച്ചു. ഇന്നലെ കിട്ടിയതാ. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ കൂടെ ഇതെല്ലാം വാഷ് ചെയ്തുകൊണ്ട് ഇതിന്റെ കൂടെ വെക്കാതെ ആ ബാഗ് ഇട്ട് വെച്ചത്. ഇനി ഇന്ന് ഓണായതിനെ കൊണ്ട് ഇന്ന് കഴിവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചിരുന്നതാ. നാളെ കഴുകിയിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഉണങ്ങുമല്ലോ. അപ്പൊ ഇത് വേറെ പാക്ക് ചെയ്യാന്ന് വെച്ചു. ഇതിന്റെ സെറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതൊന്നും ഇത് കൊള്ളാല്ലേ, ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന ഒന്നായതാ ഇത് ഭയങ്കര ചെറുതാ. അയ്യോ ജനിക്കുമ്പോഴേ ഇടാം. ശരിക്കും ഇത് കൊള്ളുമെന്തോ, അത്രയ്ക്ക് ചെറുതാ. അതാ കണ്ടോ. പിന്നെ ഇതിന്റെ കൂടെ 2 സോക്സ്. അയ്യോ ഒരു സോക്സ് ഉണ്ട് എന്റെ കുഞ്ഞുമണിയുടെ. ഇതിന്റെ കൂടെ സെറ്റാ കേട്ടോ. ഇതിന്റെ കൂടെ 2 സോക്സ് വരുന്നുണ്ട്. പിന്നെ ഈ ഉടുപ്പിന്റെ കുട്ടി നിക്കറ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് തൊപ്പി. ഇതൊക്കെ അപ്പോഴേ ഇടാൻ പറ്റത്തുള്ളൂ, വളരെ ചെറുതാ. പിന്നെ വരുന്നത് വേണ്ടേ ഇത് നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാര്യം ഇതൊക്കെ അപ്പോഴേ ഇടാൻ പറ്റുള്ളൂ. ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഇടാൻ പറ്റത്തില്ല. ഇതുകൊണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വരുമ്പോഴായാലും ഏതെങ്കിലും ഒക്കെ ഇടിയിപ്പിക്കാം. അപ്പൊ പിന്നെ വരുന്നത് ഈ കുട്ടി ഉടുപ്പ്. ഇതൊക്കെ അമ്മ കൊണ്ടുവന്നു കേട്ടോ. ഞാൻ ഇതും കൂടെ കിട്ടിയിട്ട് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യാന്ന് വെച്ചതാ. ഒരു കുഞ്ഞു സാധനം, ഇനി ഒന്ന് പിടിക്കാനേ ഉള്ളൂ. പിന്നെ ഇതിന്റെ കൂടെ തന്നെ വരുന്നതാ വെച്ചിടയ്ക്ക് ഇത് നമുക്ക് കൊണ്ടുപോകേണ്ട ഹോസ്പിറ്റലിൽ. ഇതിന്റെ ആവശ്യമില്ല. നമുക്ക് ഇത് ഇത്രയും കൂടെ വാഷ് ചെയ്തിട്ട് ഇതും കൂടെ നമുക്ക് വാവയുടെ അതിൽ ചേർക്കാനുണ്ട്. പിന്നുള്ള വാവയുടെ ഡ്രസ്സൊക്കെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറെയൊക്കെ അലമാരി തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം എനിക്കൊന്ന് അടുക്കി പറക്കി വൃത്തിയായിട്ട് വെക്കണം. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽ ബാഗ് പാക്കിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞാൻ എന്തായാലും ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കട്ടെ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഹോസ്പിറ്റൽ ബാഗിലുള്ള സാധനങ്ങൾ. ഞാനിത് ഒരുപാട് പേരുടെ വീഡിയോ കണ്ടിട്ട് എനിക്ക് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്ന സാധനങ്ങൾ, അതായത് സെക്കൻഡ് ഡെലിവറി ചെയ്ത് കഴിഞ്ഞവരുണ്ടല്ലോ, അവരൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഞാൻ എഴുതി എടുത്തിട്ടുള്ളൂ. ആവശ്യമില്ലാത്ത ഒരു സാധനങ്ങളും ഞാൻ എഴുതി എടുത്തില്ല. പിന്നെ ഇതിനകത്ത് വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത ഉണ്ടോന്ന് അറിയില്ല. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടുള്ള ഡയപ്പർ, ഹോസ്പിറ്റലിൽ നമുക്ക് ഡയപ്പർ കൊണ്ടുപോയാൽ പറ്റും. ഡയപ്പർ, പിന്നെ എനിക്കുള്ള പാഡ്, ഡ്രൈ ഷീറ്റ്. ഇനി എന്തെങ്കിലും മറന്നിട്ടുണ്ടോ? അതിന് നമുക്കൊരു ബേബിക്ക് കൊച്ചു സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഒരു പെട്ടിയുണ്ട്. അത് നമുക്ക് 9-ാം തീയതി പോകുമ്പോൾ മേടിക്കാം. അത് പിന്നൊന്നുമില്ല അവയ്ക്ക്. എനിക്കില്ല എത്രയുള്ള ബ്ലൗസ് എന്ന് പറഞ്ഞാല് അത് അത്രയും സാധനങ്ങളെ ഇനി നമുക്ക് വരാനുള്ളൂ. നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഓക്കെ, ബൈ.